ഇന്ന് നമ്മൾ ഹിസ് ആൻഡ് ഹേഴ്സ് സീരീസിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. ഒന്നാമത്തെ എപ്പിസോഡിന്റെ അവസാനം ജാക്ക് ആയിരുന്നു റേച്ചലിന്റെ കൂടെ അവസാനമായിട്ട് അവൾ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ അറിഞ്ഞു. ഈ ജാക്ക് തന്നെയാണോ റേച്ചലിന്റെ ഘാതകനെന്ന് നമ്മൾക്ക് കണ്ടറിയാം. ഒരുപാട് സമയമെടുത്തു എനിക്കതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. പ്രശ്നങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന്. പ്രശ്നങ്ങൾ തുടങ്ങിയത് തന്നെ ഈ സ്ഥലത്ത് നിന്നാണെന്നുള്ള ആനയുടെ വോയിസ് ഓവറിലൂടെയാണ് എപ്പിസോഡ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ ജാക്ക് ആന താമസിക്കുന്ന ഹോട്ടലിൽ പോയിട്ട് ന്യൂസ് ലീക്ക് ചെയ്തതിന്റെ പേരിൽ അവളോട് നിനക്ക് എപ്പോഴെല്ലാം എന്നെ ഉപദ്രവിക്കാൻ അവസരം കിട്ടുന്നുവോ അപ്പോഴെല്ലാം നീ അത് യൂട്ടിലൈസ് ചെയ്യാനാണ് നോക്കാറ്, നിനക്ക് ഇതെന്തിന്റെ കേടാണെന്നൊക്കെ പറഞ്ഞ് അവളോട് നന്നായി ദേഷ്യപ്പെടും. എന്നാൽ ആന അതൊന്നും മൈൻഡ് ചെയ്യില്ല. അങ്ങനെ അവിടുന്ന് സീൻ കട്ടായിട്ട് പിറ്റേ ദിവസം റേച്ചലിന്റെ വായിൽ നിന്നും കിട്ടിയ ബ്രേസ്ലെറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ജാക്കിനെയും പ്രിയയെയും ഡോക്ടറിനെയും ആയിരിക്കും കാണിക്കുക. ബ്രേസ്ലെറ്റ് ഉദ്ദേശിച്ചുകൊണ്ട് ജാക്ക് ഇത് ഫ്രണ്ട്ഷിപ്പ് ബ്രേസ്ലെറ്റ് ആണ്, ഇത് എന്റെ സിസ്റ്റർ സോയിയുടെ കയ്യിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അത് കേട്ട് ഡോക്ടർ DNA കളക്ഷൻ സ്വാബ് എടുത്തുകൊണ്ട് അവരോട് രണ്ടുപേരോടും ബാക്കി എല്ലാവരുടെയും DNA സാമ്പിൾ എനിക്ക് കിട്ടി, ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും മാത്രമേ കിട്ടാനുള്ളൂ, അതുകൊണ്ട് വേഗം താ എന്ന് പറയും. അപ്പോൾ ജാക്ക് അത് വാങ്ങിച്ചിട്ട് സാമ്പിൾ നാളെ തരാം, ഇപ്പോൾ ഞങ്ങൾക്ക് റേച്ചലിന്റെ ഹസ്ബൻഡ് ക്ലെയ്ഡിനെ കാണേണ്ടതുണ്ട്, ഇന്നലെ പോയിട്ട് ഞങ്ങൾക്ക് അയാളെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. ശേഷം ജാക്കും പ്രിയയും ക്ലെയ്ഡിന്റെ അടുത്ത് പോയിട്ട് റേച്ചൽ അന്ന് രാത്രി കാട്ടിൽ പോയത് എന്തിനാണെന്ന് അറിയാമോ എന്ന് ചോദിക്കും. വേറെ എന്തിനാ, ചിലപ്പോൾ ആരെങ്കിലുമായിട്ട് സെക്സ് ചെയ്യാനായിരിക്കും, ഞാനൊരു ഇമ്പോർട്ടന്റ് ആണ്, അവളെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൾ വേറെ ആളുകളുടെ കൂടെ ഈ പരിപാടിക്ക് പോകാറുണ്ട്, ഞാൻ അതിന് പെർമിഷൻ കൊടുത്തിട്ടുള്ളതുമാണ്, ആരുടെ കൂടെ ആണെന്നുള്ള കാര്യമൊന്നും ഞാൻ അവളോട് ചോദിക്കാറില്ല. പക്ഷെ ഞങ്ങൾക്കിടയിൽ ഒരു എഗ്രിമെന്റ് മാത്രം ഉണ്ടായിരുന്നു, എന്താ വെച്ചാൽ ഈ വീട്ടിൽ വെച്ചും ഈ ടൗണിൽ വെച്ചും ഈ പണി ചെയ്യരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. സംഭവം ക്ലെയ്ഡ് ഒരു റിച്ച് പേഴ്സണാ, സ്വന്തം ഭാര്യയെ വേറെ ആളുടെ കൂടെ കണ്ടാൽ പിന്നെ നാട്ടുകാർക്ക് അത് മതിയല്ലോ, അതുകൊണ്ടാണ് അയാൾ ആ എഗ്രിമെന്റ് വെച്ചത്. അത് കേട്ട ജാക്ക് റേച്ചൽ മരിക്കുന്ന സമയം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, കുറെ നേരമായിട്ടും അവളെ കാണാത്തത് കൊണ്ട് തന്നെ ഞാൻ അവളെ വിളിച്ചു നോക്കി, ബട്ട് അവൾ കോൾ എടുത്തില്ല. അത് കേട്ട ജാക്ക് ശരി ഇനി ആ ഫോണിൽ വിളിക്കാൻ നിൽക്കേണ്ട, കാരണം നിങ്ങൾ വിളിക്കുന്നതിനനുസരിച്ച് ഫോണിന്റെ ചാർജ് കുറഞ്ഞു വരും, ഫോൺ ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അത് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയും. അപ്പൊ ക്ലെയ്ഡ് റേച്ചൽ ഒരു തലതെറിച്ച ടൈപ്പാണ്, അവളുടെ ഈ സ്വഭാവം വെച്ച് അവൾ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടാകും, അതാകും കൊലയാളി 40 തവണ അവളെ കുത്തിയിട്ട് കൊന്നിട്ടുണ്ടാവുക എന്ന് പറയും. അപ്പോൾ ജാക്ക് ഒരു സംശയത്തോടെ നിങ്ങൾക്കെങ്ങനെ 40 തവണ അവളെ സ്റ്റാബ് ചെയ്തതറിയാം, ഞങ്ങളത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോഴായിരിക്കും ക്ലെയ്ഡ് അത് തന്നോട് ആനയായിരുന്നു പറഞ്ഞതെന്നും അവൾ ഇവിടെ തന്നെ ഇന്റർവ്യൂ എടുക്കാൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു എന്നും പറയും. അന്നേരം ജാക്ക് അവൾ വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. റേച്ചൽ അന്ന് ആ കാട്ടിൽ ആരെയാണ് കാണാൻ പോയതെന്നുള്ള കാര്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹെലന്റെ പേര് പറഞ്ഞു എന്ന് പറയും. ഈ ഹെലനെ പറ്റി ഞാൻ എപ്പിസോഡ് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഗാങ്ങിലുള്ള ആളാണ് ഈ ഹെലനും. ഹെലൻ ഇപ്പോ ആ നാട്ടിലൊരു സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്. അങ്ങനെ അവർ ക്ലെയ്ഡിന്റെ DNA സാമ്പിൾ എടുത്ത് അവിടുന്ന് ഇറങ്ങും. ഒരു ഭാഗത്ത് ആന ഹെലനെ കാണാൻ വേണ്ടി അവളുടെ സ്കൂളിൽ പോകും. ഇതേ സ്കൂളിലാണ് മുമ്പ് അവർ പഠിച്ചതും. അപ്പം കിട്ടുന്ന എല്ലാ ഇൻഫോർമേഷൻസും ആന ജിമ്മിനെ വിളിച്ച് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ലെറ്റ്സി എങ്ങനെയെങ്കിലും മറികടന്ന് അവൾക്ക് മുമ്പിലെത്തി ലെറ്റ്സിയുടെ സ്ഥാനം കളയണം, അത് മാത്രമാണ് ആനയുടെ ലക്ഷ്യം. ആന എങ്ങനെയെങ്കിലും തന്നെ മാറ്റി തന്റെ പൊസിഷനിലേക്ക് കയറാൻ വേണ്ടിയാണ് ഓരോന്നും ചെയ്യുന്നതെന്ന് ലെറ്റ്സിക്ക് നന്നായിട്ട് മനസ്സിലാകും. മറുഭാഗത്ത് ഹെലൻ ക്ലെയ്ഡിനോട് ഞാൻ ആകെ പെട്ടുപോയിട്ടാണുള്ളത്, എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആകെ മൊത്തം പ്രശ്നത്തിലാകുമെന്ന് ഫോണിലൂടെ സംസാരിക്കും. അവളുടെ വെപ്രാളം കേട്ട് ക്ലെയ്ഡ് നീ ഒന്ന് സമാധാനിക്ക്, ഞാൻ റേച്ചലിന്റെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കാം, അതാകുമ്പോ അവളുടെ ഫോണിലെ ബാറ്ററി തീർന്ന് അത് ഓഫ് ആയിക്കോളും, പിന്നെ പോലീസുകാർക്ക് അത് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കും. ശരിക്കും എന്താ ഫോണിൽ എന്താ ഇവർ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. കോൾ കട്ട് ചെയ്തതിനു ശേഷം ക്ലെയ്ഡ് റേച്ചലിന്റെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കും. റേച്ചലിന്റെ ഫോൺ ആണെങ്കിൽ ജാക്കിന്റെ വണ്ടിയിലായിരിക്കും, അതാണെങ്കിൽ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാകും. റേച്ചൽ മരിക്കുന്ന ആ രാത്രി അവൾ അവളുടെ ഫോൺ ജാക്കിന്റെ വണ്ടിയിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. തേടിയ വള്ളി കാലി ചുറ്റിയതുപോലെ വൈബ്രേഷൻ കേട്ട് ജാക്ക് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ക്ലെയ്ഡ് വിളിക്കുന്നതായിരിക്കും കാണുക. ഷടാ ഇയാളോട് റേച്ചലിന്റെ ഫോണിൽ വിളിക്കണ്ട എന്നാണല്ലോ ജാക്ക് പറഞ്ഞത്, എന്നിട്ടും ഇയാൾ എന്തിനാ കിടന്ന് വിളിക്കുന്നതെന്ന് ജാക്കിന് മനസ്സിലാക്കില്ല. ശേഷം ജാക്ക് ആ ഫോണിന്റെ ലോക്ക് മാറ്റാൻ നോക്കും, ബട്ട് എത്ര നോക്കിയിട്ടും അത് പറ്റുന്നുണ്ടാകില്ല. ആ സമയം പ്രിയ വന്നിട്ട് നമുക്ക് വേഗം ഹെലന്റെ അടുത്ത് പോയിട്ട് അന്നേ ദിവസം റേച്ചൽ ആരെയാണ് കാണാൻ പോയതെന്നുള്ള കാര്യം ചോദിച്ചറിയണമെന്ന് പറയും. അത് കേട്ട് ജാക്കിന് പേടിയാകും, കാരണം അന്ന് റേച്ചൽ അവനെ ആണല്ലോ കാണാൻ വന്നത്. എങ്ങാനും ഹെലൻ ഈ കാര്യം അറിയാമെങ്കിൽ അവൻ സസ്പെക്ട് ലിസ്റ്റിൽ വരും. മറുഭാഗത്ത് ആന ഹെലനോട് റേച്ചൽ അന്ന് ആരെയാണ് കാണാൻ പോയതെന്ന് ചോദിക്കും. പക്ഷെ ഹെലൻ അത് പറയില്ല. അപ്പൊ നീ പോലീസിന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുകയാണല്ലേ. അന്നേരം ഹെലൻ ഞാനതിനൊന്നും മറച്ചു വെച്ചിട്ടില്ല, ഇതിനെപ്പറ്റി പോലീസുകാർ എന്നോട് ഇതുവരെയായിട്ടും ഒന്നും ചോദിച്ചിട്ടുമില്ല എന്ന് പറയും. പിന്നെ 20 വർഷം മുമ്പുള്ള സീക്രട്ട് ഇല്ലേ, അത് ഓരോ ദിവസം കഴിയും തോറും വളരെ അപകടകരമായി വരികയാണെന്ന് ഹെലൻ എന്തൊക്കെയോ അർത്ഥം വെച്ചുകൊണ്ട് പറയും. അത് കേട്ട ആന പക്ഷെ ആ സീക്രട്ട് ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് അറിയാമല്ലോ, അപ്പൊ പിന്നെ അത് എങ്ങനെ സീക്രട്ട് ആണെന്ന് ഇപ്പൊ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. ഇവരെന്താ സംസാരിക്കുന്നത്, എന്ത് സീക്രട്ട് ആണെന്ന് ഇപ്പൊ പറയില്ല. ഇവിടെ ജാക്ക് പ്രിയയോട് ഞാൻ എന്തായാലും ഹെലനോട് റേച്ചലിന്റെ കാര്യം ചോദിച്ചോളാം, നീ ആ സമയം ആ ക്ലെയ്ഡില്ലേ അയാളുടെ കോൾ റെക്കോർഡ്സ് ഒക്കെ പരിശോധിച്ച് അയാൾ
അയാൾ ആരൊക്കെയാ വിളിച്ചതെന്ന് നോക്കണം. അവിടുന്ന് സീൻ കട്ടായിട്ട് ശേഷം ജാക്ക് ടെലികോം സർവീസിൽ വിളിക്കും. അതായത് പ്രിയ റേച്ചലിന്റെ കോൾ റെക്കോർഡ്സ് പരിശോധിക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ റേച്ചൽ ജാക്കിനെ വിളിച്ചതൊക്കെ എന്തായാലും ഉണ്ടാകുമായിരിക്കുമല്ലോ. പിന്നെ അവർ ഇവനെ പ്രതിയാക്കാനും ചാൻസ് ഉണ്ട്. സോ അവരെ വിളിച്ചിട്ട് റേച്ചലിന്റെ കോൾ റെക്കോർഡ്സ് നോക്കേണ്ട, അത് ക്യാൻസൽ ആക്കിക്കോ എന്ന് പറയും. അതേസമയം പ്രിയ വന്നിട്ട് പാത്തോളജിസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ DNA സാമ്പിൾ വേണമെന്ന് പറഞ്ഞിട്ടെന്ന് പറയും. ആ സീമൻ ശരിക്കും ജാക്കിന്റെ ആണ്. ജാക്കിനാണെങ്കിൽ എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടില്ല. കാരണം സാമ്പിൾ കൊടുത്താൽ റേച്ചലിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന സീമൻ അവന്റെ ആണെന്ന് തെളിയുമല്ലോ. അവസാനം വേറെ വഴിയില്ലാത്തത് കൊണ്ട് ജാക്ക് നേരെ വീട്ടിൽ പോയിട്ട് സോയി അറിയാതെ മെഗിന്റെ DNA സാമ്പിൾ എടുത്തിട്ട് അവിടുന്ന് പോകും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ആലിസിനെ കാണാൻ പോകുന്ന ആനയാണ്. ആന ആലിസിനോട് മെമ്മറി ലോസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ അർത്ഥത്തിൽ അമ്മക്ക് സുഖമല്ലേ എന്ന് ചോദിക്കും. അന്നേരം ആലീസ്, ജാക്ക് നിന്നോട് എന്റെ അസുഖത്തെ പറ്റി പറഞ്ഞല്ലേ, നീ അന്ന് കുഞ്ഞു മരിച്ചതിന് ശേഷം ഇവിടം വിട്ടു പോയപ്പോൾ ഞാൻ നിന്നെ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, എന്നാൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. നീ എവിടെയാ പോയതെന്ന് എനിക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഒന്നില്ലെങ്കിലും വല്ലപ്പോഴും നിന്നെ ന്യൂസിലെങ്കിലും കാണാറുണ്ടായിരുന്നു, എന്നാൽ അതും ഇല്ലാതായി എന്നൊക്കെ പറയും. ഷാലറ്റിന്റെ മരണം, അതായത് അവളുടെ മകളുടെ പേര് ഷാലറ്റ് എന്നാണ്, അത് താങ്ങാവുന്നതിന് അപ്പുറമായിരുന്നു എന്നും തനിക്കത് റിക്കവർ ആവാൻ കുറച്ച് സമയം വേണമായിരുന്നു എന്നും അതുകൊണ്ടാണ് താൻ എല്ലാം വിട്ട് ഇവിടുന്ന് പോയതെന്നും പറയും. ആ സമയം ജിമ്മി വിളിച്ചിട്ട് ആനയോട്, ലെറ്റ്സിയെ ഞാൻ കുറെ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവളാണെങ്കിൽ കോൾ എടുക്കുന്നില്ല, സോ ഈവനിങ് ന്യൂസിന്റെ ആങ്കറിംഗ് നീ ചെയ്യണമെന്ന് പറയും. ആനക്ക് അത് കേട്ട് വളരെ സന്തോഷമാകും. അതേസമയം വേറൊരു ഭാഗത്ത് ജാക്ക് അവന്റെ DNA ആണെന്ന് പറഞ്ഞ് മെഗിന്റെ DNA മോർഗ് കൊണ്ടുപോയി കൊടുക്കും. അവന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും റേച്ചലിന്റെ ഫോൺ അൺലോക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി അതിനുള്ള ഏക വഴി റേച്ചലിന്റെ ഫേസ് വെച്ച് ഫോൺ ലോക്ക് മാറ്റുക എന്നതാണ്. അതിനുവേണ്ടി അവസരം കാത്ത് അവൻ അവിടെ തന്നെ നിൽക്കും. പെട്ടെന്ന് അവനൊരു ഐഡിയ തോന്നും. അവൻ അവിടെയുള്ള സ്റ്റാഫിനോട്, എന്റെ വെഡിങ് റിംഗ് ഇവിടെ മിസ്സായി എന്ന് തോന്നുന്നു, എനിക്കാണെങ്കിൽ അതില്ലാതെ വീട്ടിൽ പോകാനാകില്ല, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ആ സ്റ്റാഫിനെ കൺവിൻസ് ചെയ്യാൻ നോക്കും. ഒരു ഭാഗത്ത് പ്രിയ അന്ന് ക്രൈം സീനിൽ നടന്ന ബോർഡ് പ്രിന്റ് പരിശോധിക്കുന്നുണ്ടാകും. ഇപ്പുറത്ത് ജാക്ക് ആ സ്റ്റാഫിനെ എങ്ങനെയോ ഒരു വിധം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആ റിംഗ് അന്വേഷിക്കുന്നത് പോലെ ആക്ട് ചെയ്യും. പക്ഷെ എത്ര നോക്കിയിട്ടും അത് കിട്ടില്ല. എവിടെ കിട്ടാൻ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ജാക്ക് ആ സ്റ്റാഫിന് കുറച്ചു നേരം മാറ്റാൻ വേണ്ടി, നിങ്ങളൊരു കാര്യം ചെയ്യാമോ, ഇവിടെയുള്ള ആ ക്ലീനിങ് സ്റ്റാഫിനോട് ഒന്ന് വിളിച്ചിട്ട് എന്റെ ആ റിംഗ് കണ്ടായിരുന്നു എന്ന് ചോദിക്കാമോ എന്ന് പറയും. അങ്ങനെ ആ സ്റ്റാഫ് ജാക്കിന്റെ നിർബന്ധപ്രകാരം അവിടെയുള്ള ആ ക്ലീനിങ് സ്റ്റാഫിനെ വിളിക്കാൻ വേണ്ടി പോകും. ആ തക്കത്തിന് ജാക്ക് റേച്ചലിന്റെ ബോഡി സൂക്ഷിച്ച മോർഗ് ഡ്രോയർ തുറന്ന് അവന്റെ കയ്യിലുള്ള റേച്ചലിന്റെ ഫോൺ എടുത്ത് അവളുടെ ഫേസിന് അടുത്ത് വെച്ച് ഫോൺ അൺലോക്ക് ചെയ്യാൻ നോക്കും. എന്നാൽ അതാവില്ല. ആ ഐഡിയ വർക്ക് ആക്കാത്തത് കൊണ്ട് തന്നെ അവർ റേച്ചലിന്റെ രണ്ട് കണ്ണുകളും തുറന്ന് വീണ്ടും ഫോൺ അൺലോക്ക് ആക്കാൻ ശ്രമിക്കും. അങ്ങനെ ആ ഫോൺ അൺലോക്ക് ആകും. അപ്പോഴുണ്ടാകും ആ ഫോൺ മൊത്തം ജാക്കിന്റെ റേച്ചലിന്റെയും കുറച്ച് എക്സ്പ്ലിസിറ്റ് ചാറ്റും അങ്ങനെ പലതും. ദൈവമേ, ഇതെങ്ങാനും പോലീസിന്റെ കയ്യിൽ കിട്ടി തീർന്നു. ആന പോയതിനു ശേഷം റേച്ചലുമായിട്ട് ജാക്ക് റിലേഷനിലായിരുന്നു. റിലേഷൻ എന്ന് പറഞ്ഞ ഒരു ഫ്ലിംഗ് റിലേഷൻ ആയിട്ട് മാത്രം. അവൻ വേഗം ആ ചാറ്റ് ഡിലീറ്റ് ചെയ്യും. കൂടാതെ അതിൽ റേച്ചൽ ഹെലനുമായിട്ട് ചാറ്റ് ചെയ്തതൊക്കെ ഉണ്ടാകും. അതിൽ സി എന്ന ലെറ്ററിൽ പേര് വരുന്ന ആരെയും ഉദ്ദേശിച്ചുകൊണ്ട് ഈ സിയെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നൊക്കെ ഹെലൻ റേച്ചലിനോട് ചോദിച്ചിട്ടുണ്ടാകും. എന്നാൽ അത് ആരാണെന്നോ എന്താണോ എന്നൊന്നും ജാക്കിന് മനസ്സിലാകില്ല. പിന്നെ അതിൽ തന്നെ നീ ജാക്കിനെ തേച്ചോ എന്നൊക്കെ ഹെലൻ ചോദിച്ച മെസ്സേജ് ഉണ്ടാകും. അത് കണ്ട ജാക്കിന് താനും റേച്ചലും തമ്മിലുള്ള ബന്ധം ഹെലൻ അറിയാമെന്ന് കൺഫേം ആകും. മറുഭാഗത്ത് ഹെലൻ പോലീസ് സ്റ്റേഷനിൽ എന്തോ പറയാൻ വിളിക്കുന്നുണ്ടാകും. ഇവിടെ വെച്ച് എപ്പിസോഡ് 2 കഴിയും. മൂന്നാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആളുകൾക്ക് ചിലപ്പോൾ എന്റെ മുഖം അറിയുമായിരിക്കാം, എന്റെ പേരും അറിയുമായിരിക്കാം, എന്നാൽ ഞാൻ ശരിക്കും ആരാണെന്ന് അവർക്ക് ആർക്കും അറിയില്ല. ഓരോ മനുഷ്യരും അവരവരുടെ ചെറിയ ഭാഗം മാത്രമാണ് പുറം ലോകത്തെ കാണിക്കുന്നത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ആരാണോ അതൊരിക്കലും മാറില്ല എന്നുള്ള ആനിയുടെ വോയിസ് ഓവർ ആയിരിക്കും കേൾക്കുക. അവിടുന്ന് സീൻ കട്ടായിട്ട് ശേഷം പാസ്റ്റ് ആയിരിക്കും കാണിക്കുക. റേച്ചലും സോയിയും ആനിയും സംസാരിച്ചിരിക്കുന്ന സമയത്ത് കാതറിൻ എന്ന് പറഞ്ഞ പെൺകുട്ടി അവിടെ തനിച്ചിരുന്ന് ബുക്ക് വായിക്കുന്നുണ്ടാകും. അവൾ തനിച്ചിരിക്കുന്നത് കണ്ട് ഇവർ 3 പേരും കാതറിനെ തങ്ങളുടെ ഗാങ്ങിൽ ചേർക്കാമെന്ന് തീരുമാനിക്കും. അങ്ങനെ റേച്ചൽ ആനയോട്, നീ അവളെ ഏതായാലും ഇവിടേക്ക് കൂട്ടിവാ, ഞാൻ അപ്പോഴേക്കും അവൾക്ക് വേണ്ട ഡ്രിങ്ക് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അങ്ങനെ റേച്ചൽ പറഞ്ഞതുപോലെ ആന കാതറിനെ വിളിക്കാൻ വേണ്ടി പോകും. ആദ്യം ചെറിയൊരു മടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ആനയുടെ നിർബന്ധം കൊണ്ട് കാതറിൻ അവരുടെ ടീമിൽ കൂടാൻ വേണ്ടി സമ്മതിക്കും. അപ്പോഴേക്ക് റേച്ചൽ ഡ്രിങ്ക് എടുത്ത് കൊണ്ടുവന്ന് കാതറിന് കൊടുത്തിട്ട്, ദാ ഇത് കുടിക്കെന്ന് പറയും. അവൾ അത് കുടിക്കും. കുടിച്ചപ്പോ തന്നെ ഈ ഡ്രിങ്കിന് എന്തോ ടേസ്റ്റ് വ്യത്യാസമുണ്ടെന്ന് കാതറിൻ പറഞ്ഞതും അതെന്റെ മൂത്രമാണെന്ന് റേച്ചൽ പറഞ്ഞ് അവളെ കളിയാക്കും. കാതറിൻ ആണെങ്കിൽ വല്ലാത്ത നാണക്കേട് തോന്നും. കാരണം വിളിച്ചു വരുത്തി അപമാനിക്കുകയാണല്ലോ ചെയ്തത്. ഇവരുടെ കൂട്ടത്തിൽ ആന മാത്രമാണ് കുറച്ചെങ്കിലും പാവം. ഇതൊക്കെ കണ്ട് ആന കാതറിനോട്, സോറി എനിക്കറിയില്ലായിരുന്നു ഇവൾ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുമെന്ന്. കാതറിൻ ആണെങ്കിൽ ദേഷ്യം വന്ന് അവിടുന്ന് എഴുന്നേറ്റ് പോകും. ഇവിടെ പ്രസന്റിൽ ജാക്ക് എത്ര ആലോചിച്ചിട്ടും ഈ റേച്ചലും ഹെലനും ചാറ്റിൽ മെൻഷൻ ചെയ്ത സി എന്ന ആൾ ആരാണെന്ന് മനസ്സിലാകില്ല. കൂടാതെ ആ ഫോൺ പരിശോധിക്കുന്ന സമയത്ത് റേച്ചൽ ക്ലൈഡിനെ ബെഡ് ടൈം ഉപദ്രവിക്കുന്ന വീഡിയോ ജാക്ക് കാണാനിടയാകും. അപ്പൊ ആ സി ലെറ്റർ ഈ ക്ലൈഡ് ആണോ എന്ന് ജാക്കിന് ഡൗട്ട് വരും. ശേഷം അവൻ ഡിന്നർ കഴിക്കാൻ താഴെ പോയ സമയത്ത് സോയി ആണെങ്കിൽ എന്തോ കാര്യത്തിന് ദേഷ്യം പിടിച്ച് മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ടാകും. അത് കണ്ട
ജാക്ക് അല്ല നിനക്ക് ഇത് എന്താ പറ്റിയതെന്ന് ചോദിക്കും. അപ്പൊ അവൾ നീ റേച്ചൽ മരിക്കുന്ന ദിവസം അവളുടെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഇല്ല ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ കള്ളം പറഞ്ഞ് ജാക്ക് പിടിച്ചു നിൽക്കാൻ നോക്കും. എന്നാൽ സോയി അവനെ വിടുന്ന ലക്ഷണം ഉണ്ടാകില്ല. ഇല്ല നീ തന്നെയാണ് റേച്ചലിനെ കൊന്നത്, എനിക്ക് ഉറപ്പാണ്, സത്യം പറ, നീ തന്നെയല്ലേ അത് ചെയ്തത്. സോയി നീ ഇതെന്തൊക്കെയാ പറയുന്നേ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ഒരാളെ കൊല്ലുമെന്ന്? പിന്നെ നീ എന്തിനാ നിന്റെ DNA സാമ്പിൾ കൊടുക്കുന്നതിന് പകരം മെഗിന്റെ സാമ്പിൾ എടുത്തത്? കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ നോട്ടത്തിലും ഭാവത്തിലും ആകപ്പാട് എന്തൊക്കെയോ വശപ്പിച്ചത്. റേച്ചൽ മരിച്ച അന്ന് രാത്രി നീ വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. മാത്രമല്ല റേച്ചൽ ഉപയോഗിച്ചിരുന്ന അതേ പെർഫ്യൂമിന്റെ സ്മെല്ല് എനിക്ക് നിന്റെ അടുത്ത് വരുമ്പോ കിട്ടാറുണ്ട്. സത്യം പറ നീ ശരിക്കും അവളെ കൊന്നല്ലേ എന്ന് സോയി ചോദിക്കും. ഇനി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ജാക്ക് കാര്യങ്ങളൊക്കെ തുറന്നു പറയും. അതായത് റേച്ചലും അവനും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നതും അവൾ മരിക്കുന്ന ആ ദിവസം രാത്രി കാട്ടിൽ വെച്ച് അവർ തമ്മിൽ ഇന്റിമേറ്റ് ആയതും, പക്ഷെ അവളെ കൊന്നത് താനല്ല, ഇതൊക്കെ പോലീസുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെയും സസ്പെക്ട് ലിസ്റ്റിൽ പെടുത്തുമെന്നുള്ള പേടി കൊണ്ടാണ് ആരോടും ഇതൊന്നും പറയാതിരുന്നത് എന്നൊക്കെ പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അങ്ങനെ പിറ്റേ ദിവസം പ്രിയ ക്ലെയ്ഡിന്റെയും അവളുടെയും DNA മോർഗിൽ കൊടുക്കാൻ വേണ്ടി പോകും. അപ്പൊ അവളോട് അവിടുത്തെ സ്റ്റാഫ് ഡിറ്റക്റ്റീവ് ജാക്കിന്റെ വെഡിംഗ് റിംഗ് കാണാതെ പോയില്ലേ, അത് കിട്ടിയോ എന്ന് ചോദിക്കും. ജാക്ക് ഇവിടെ വന്ന് റിംഗ് പരതിയ കാര്യങ്ങളൊക്കെ ആ സ്റ്റാഫ് പ്രിയയോട് പറയും. അത് കേട്ട് പ്രിയക്ക് അതെന്താ ജാക്ക് അങ്ങനെ പറഞ്ഞതെന്നുള്ള ഡൗട്ട് വരും. ഇവിടെ ലെക്സിയെ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് ആനയോടന്ന് ഈവനിംഗ് ന്യൂസ് ആങ്കറിംഗ് ചെയ്യാൻ വേണ്ടി ജിമ്മ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവൾ ആങ്കറിംഗ് തുടങ്ങാൻ പോകുന്ന ആ കറക്റ്റ് സമയത്ത് ലെക്സി അവിടെ എത്തും. എന്നിട്ട് അവൾ ഐ ആം സോറി എന്റെ സിസ്റ്റർ ഇൻ ലോയുടെ കുഞ്ഞിനെ നോക്കുന്ന നാനി ലീവായിരുന്നു, സോ പകരം ഞാനായിരുന്നു കുഞ്ഞിനെ നോക്കിയത്. മാത്രമല്ല എന്റെ ഫോണാണെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിട്ടാ പോയത്, എടുക്കാൻ വിട്ടുപോയി എന്നൊക്കെ പറയും. എന്നിട്ട് ആനയോട് ഇനി കുഴപ്പമില്ല, ഞാൻ എന്തായാലും വന്നല്ലോ, ഇനി ന്യൂസ് ഞാൻ പറഞ്ഞോളാം. ആനക്കാണെങ്കിൽ അത് കേട്ടിട്ട് എന്തോ പോലെയാകും. ജിമ്മിനാണെങ്കിൽ അവിടെ വോയിസ് ഉണ്ടാകില്ല. ആന പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകും. പോയ ജോലി തിരിച്ചു കിട്ടിയെന്നും ലെക്സി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള സന്തോഷത്തിലായിരുന്നു ആന. പക്ഷെ കാര്യങ്ങൾ ആകെ മൊത്തം തകിടം മറിഞ്ഞ ദേഷ്യത്തിൽ ആന അവളുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം ലെക്സിയുടെ കാറിൽ വലിച്ചെറിഞ്ഞ് അവിടുന്ന് പോകും. മറുഭാഗത്ത് ജാക്ക് ഹെലനെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പ്രിയ വിളിച്ചിട്ട് ക്ലെയ്ഡിന്റെ കോൾ റെക്കോർഡ്സ് ഞാൻ ചെക്ക് ചെയ്തു. നമ്മൾ ക്ലെയ്ഡിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ക്ലെയ്ഡ് ഹെലനെയും റേച്ചലിനെയും വിളിച്ചിട്ടുണ്ട്. റേച്ചലിനെ വിളിച്ചത് ഓക്കെ, എന്നാൽ ഹെലനെ എന്തിനു വിളിച്ചു എന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകില്ല. പ്രിയ പറയും ചിലപ്പോൾ ഹെലനും ക്ലെയ്ഡിനും മാത്രം അറിയുന്ന എന്നാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാകുന്ന എന്തോ ഒന്ന് ആ ഫോണിലുണ്ട്. പിന്നെ നമ്മൾക്ക് റേച്ചൽ മരിച്ച ആ സ്ഥലത്ത് നിന്ന് കിട്ടിയ ബൂട്ട് പ്രിന്റ് ഇല്ലേ, അതൊരു മെന്നിന്റെ ആണെന്ന് പറയും. സംഭവം അത് ജാക്കിന്റെ ആയിരിക്കും, എന്നാൽ അവൻ അത് പറയാൻ പറ്റില്ലല്ലോ. സോ അത് ചിലപ്പോൾ അന്ന് അവിടെ ക്രൈം സീനിൽ ഒരുപാട് പോലീസുകാർ ഉണ്ടായിരുന്നല്ലോ, അവരുടെ ആരുടെയെങ്കിലും ആയിരിക്കും എന്ന് പറയും. അന്നേരം പ്രിയ ബൈ ദ ബൈ നിങ്ങളുടെ വെഡിംഗ് റിംഗ് മോർഗിൽ വെച്ച് മിസ്സായി എന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങനെയൊന്ന് ധരിച്ചിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറയും. കാര്യം അവൾക്ക് ജാക്കിന് എവിടെയൊക്കെയോ സംശയമുണ്ട്. അതിന് ഞാൻ അത് വിരലിൽ ഇടാറില്ല, സാധാരണ ഞാൻ അത് പോക്കറ്റിലാണ് സൂക്ഷിക്കാറെന്ന് പറഞ്ഞ് ആശാൻ കോള് കട്ട് ചെയ്യും. ശേഷം ജാക്ക് ഹെലന്റെ വീട്ടിൽ പോയിട്ട് അവിടെയുള്ള മേഡിനോട് ഹെലനെ ചോദിക്കും, ഇന്ന് ഫ്രൈഡേ അല്ലേ, അതുകൊണ്ട് തന്നെ അവർ സ്കൂളിലായിരിക്കും, സാധാരണ ഫ്രൈഡേ വീട്ടിലെത്താൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് ആ മേഡ് പറയും. അങ്ങനെ ജാക്ക് ഹെലനെ കാണാൻ വേണ്ടി സ്കൂളിൽ പോകും. എന്നാൽ സ്കൂൾ അടച്ചിട്ടുണ്ടാകും. അതോടെ ജാക്ക് തിരിച്ചു പോകും. ശേഷം ജാക്ക് റേച്ചൽ മരിച്ച സ്ഥലത്തേക്ക് അവനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ വേണ്ടി അവിടേക്ക് പോകും. അന്നേരം അവിടെ അടുത്തുള്ള ഒരു സെമിത്തേരിയുടെ കെയർടേക്കർ ആയ വില്ലി അവിടേക്ക് വന്ന് തോക്ക് ചൂണ്ടിയിട്ട് നിങ്ങൾ ആരാണെന്ന് ജാക്കിനോട് ചോദിക്കും. അപ്പൊ അത് ജാക്ക് ആണെന്ന് വില്ലിക്ക് മനസ്സിലാകും. ജാക്ക് വില്ലിയോട് ഇതെന്താ നിങ്ങളുടെ കയ്യിൽ തോക്കൊക്കെ എന്ന് ചോദിക്കും. അതോ അതിവിടെ കുറച്ച് കുരുത്തം കെട്ട പിള്ളേരുണ്ട്, അവറ്റകൾ ഇവിടെ രാത്രി വന്നിട്ട് ഇവിടെയുള്ള ഗ്രേവ് മാർക്കൊക്കെ തള്ളി താഴെയിടും, അതൊക്കെ കൊണ്ട് തന്നെ രാവിലെ അതൊക്കെ മര്യാദയ്ക്ക് അടുക്കി വെക്കലാണ് എണീച്ച പാടി എന്റെ ഇപ്പോഴത്തെ പണി. ഇപ്പൊ പിന്നെ ഇവിടെ സെക്യൂരിറ്റി ക്യാമറ വെച്ചത് കൊണ്ട് തന്നെ അവറ്റകളുടെ ശല്യം കുറഞ്ഞു എന്ന് വില്ലി പറയും. ക്യാമറ എന്ന് കേട്ടതും ജാക്ക് അയ്യോ എന്നാകും. കാരണം ആ ക്യാമറയിൽ റേച്ചലും ഇവനും തമ്മിൽ അന്ന് ഉണ്ടായതെല്ലാം പതിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ജാക്ക് വില്ലിയോട് റേച്ചൽ മരിച്ച ആ ദിവസത്തെ ക്യാമറ ഫൂട്ടേജ് ചോദിക്കും. അങ്ങനെ അവർ നോക്കുന്ന സമയത്ത് ആ സെമിത്തേരിയിൽ ഒരു ഹുഡി ധരിച്ച ആളെ ഇവർ കാണാനിടയാകും. അപ്പൊ അത് വേറെ ആരുമല്ല ആനയാണെന്ന് ജാക്കിന് മനസ്സിലാകും. അവൾ അവിടെ വന്നത് വേറെ ഒന്നിനുമല്ല, അവരുടെ മകൾ ഷാലറ്റിന്റെ ടോം സ്റ്റോൺ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകുമ്പോഴായിരുന്നു റേച്ചലിനെയും ജാക്കിനെയും അന്ന് ആന കണ്ടത്. മറുഭാഗത്ത് റൂമിലേക്ക് പോകുന്ന സമയത്ത് ആനക്ക് അവളുടെ പാസ്റ്റിൽ നടന്ന ചില സംഭവങ്ങൾ ഓർമ്മ വരും. അതായത് ഒരു ദിവസം അവളും ജാക്കും ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോകാൻ നോക്കുമ്പോൾ ഷാലറ്റ് അവിടുന്ന് നല്ലോണം കരയുന്നുണ്ടാകും. അത് കണ്ട് സമാധാനമില്ലാതായതോടെ ആന ജാക്കിനോട് നമ്മൾക്ക് ഇന്ന് പുറത്തു പോകേണ്ട, പിന്നെ ഒരിക്കലാകാം, കുഞ്ഞ് കരയുകയല്ലേ, അപ്പൊ ഒറ്റക്കാക്കിയിട്ട് പോകാൻ തനിക്ക് മനസ്സ് വരുന്നില്ല എന്ന് പറയും. എന്നാൽ അത് കേട്ട ജാക്ക് അത് കുഴപ്പമൊന്നുമില്ല, ഷാലറ്റിന് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ആലിസിന് കൈമാറിയതിനു ശേഷം അവൻ ആനയും കൂട്ടി ഔട്ടിങ്ങിന് പോകും. അങ്ങനെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ അറിയുന്നത് തങ്ങളുടെ കുഞ്ഞ് മരിച്ചു എന്നാണ്. അതായത് അതൊരു ക്രിബ് ഡെത്ത് ആയിരുന്നു. ദാറ്റ് മീൻസ് ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ പെട്ടെന്ന് മരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം എന്നും പറയും. ഡോക്ടേഴ്സിനോ ശാസ്ത്ര ലോകത്തിനോ ഇതിന്റെ എക്സാക്ട് റീസൺ എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഷാലറ്റിന്റെ മരണത്തിന് ശേഷം ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആന അറ്റ്ലാന്റയിലേക്ക് മാറിയത്. ബട്ട് എന്നിട്ടും അവൾ ഓക്കെ ആകാത്തത് കൊണ്ടാണ് അറ്റ്ലാന്റ വിട്ട് കുറച്ച് നാളത്തേക്ക് അവൾ വേറെ എവിടെയോ മാറി നിന്നത്. മറുഭാഗത്ത് ജാക്കിന് ആലിസ് ഓർമ്മക്കുറവ് കാരണം വീണ്ടും വിവസ്ത്രയായി റോഡിൽ ഇറങ്ങി നടക്കുകയാണ്. ആലിസിന് എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് ഓർമ്മയില്ല
എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കോൾ വരും. ദിവസം കഴിയും തോറും ആലിസിന്റെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് ജാക്കിന് മനസ്സിലാകും. ശേഷം ജാക്ക് അവിടെ പോയി ആലിസിനും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകും. അന്നേരം ആലിസ് അവനോട് നീയും മാനിയും തമ്മിലുള്ള പ്രശ്നം എങ്ങനെയെങ്കിലും വേഗം സോൾവ് ആക്കിയിട്ട് ഒരുമിച്ച് വീണ്ടും ജീവിക്കാൻ നോക്കിയെന്ന് പറയും. ശേഷം ജാക്ക് ആനയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടായിരുന്നു, കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ അവിടുന്ന് സീൻ കട്ടായിട്ട് പിറ്റേ ദിവസം ജാക്കിന് പ്രിയയുടെ കോൾ വരും. സംഭവം വേറൊരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞിട്ടായിരിക്കും ആ കോൾ. ജാക്ക് അത് കേട്ട് ബോഡി കിട്ടിയ സ്ഥലത്തേക്ക് പോകും. കൊല്ലപ്പെട്ടത് വേറെ ആരുമല്ല, ഹെലൻ ആയിരിക്കും. അതും അവളുടെ സ്കൂളിൽ വെച്ച് റേച്ചലിനെ പോലെ കത്തി കൊണ്ട് സ്റ്റാബ് ചെയ്തിട്ട്. റേച്ചലിന്റെ വായിൽ നിന്ന് കിട്ടിയ അവരുടെ അതേ ഫ്രണ്ട്ഷിപ്പ് ബ്രേസ്ലെറ്റ് ഹെലന്റെയും വായിൽ തിരികെ കയറ്റിയിട്ടുണ്ടാകും കില്ലർ. ആ സമയം ഒരു സ്ട്രേഞ്ച് സ്മൈലോട് കൂടി ആന അവിടുന്ന് ജാക്കിനെ നോക്കുന്നുണ്ടാകും. ഇവിടെ വെച്ച് എപ്പിസോഡ് 3 കഴിയും. ആദ്യം റേച്ചൽ, ഇപ്പോഴിതാ ഹെലനും. ആരായിരിക്കും ഇതിന്റെ എല്ലാം പിറകിൽ മറഞ്ഞിരിക്കുന്ന സൂത്രധാരൻ? കൂടാതെ ആനയുടെ അവസാനത്തെ ആ ചിരി, അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഇനിയെല്ലാം ആന തന്നെയായിരിക്കും ഇതിന്റെ പിറകിൽ എന്ന് നമ്മൾക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിയാം.